ഈ പ്രോസസ്സിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് സോക്ക് അതായത് കുറച്ചും കൂടെ ഞാനത് റോസ്റ്ററിന് വേണ്ടി പറഞ്ഞപ്പോൾ അതിന്റെ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് മണം വരാൻ വേണ്ടി ഇത് ഈട് കൂട്ടാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് ഹീറ്റിംഗ് അല്ലാതെ ഒരു ഹീറ്റിന്റെ ഒപ്പം മറ്റൊരു കൺവെക്ഷൻ പ്രോസസ്, അതായത് ഡയറക്റ്റ് ഹീറ്റ് അല്ലാതെ വെള്ളം വെച്ച് ഹീറ്റ് ചെയ്തിട്ട് അതിന് ഇനിയും കുറച്ച് കൂട്ടും, അതായത് അതിന്റെ ഓയിൽ കണ്ടന്റ് വരാനുള്ള ഒരു ശേഷി കൂട്ടും. അങ്ങനെ കൂട്ടാനാണ് എന്ത് സംഭവിക്കും, നമുക്ക് ഈട് അത് കഴിഞ്ഞ് ഒരു 70 to 72% വരെ കിട്ടും. അതേപോലെ തന്നെ കോക്കനട്ട് ഓയിൽ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഹസ്കിങ് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഹസ്ക് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. കൊപ്രയായിട്ട് നമ്മൾ കൊപ്ര എടുത്തിട്ട് എക്സ്പെർട്ട് എടുത്തിട്ടായിരിക്കും നമ്മൾ ഓയിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലെ മോയ്സ്ചർ കണ്ടന്റ് വരുമ്പോൾ നമുക്ക് അതിൽ ആന്റി ഓക്സിഡൻസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചില ഇൻഡസ്ട്രീസിലൊക്കെ അവർ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് അവർ മെൻഷൻ ചെയ്യും, അതായത് FSSAI പ്രകാരം നമുക്കൊരു 0.22 ആ പെർസെൻറ്റേജിലായിരിക്കും ആന്റി ഓക്സിഡൻസ് ഒക്കെ ആഡ് ചെയ്യുന്നത്. സോ അത് എന്തിനെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ശ്രദ്ധിച്ചില്ലേ, ഈ ഓയിൽ മാനുഫാക്ചർ ചെയ്തിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അവർ ഫിൽട്രേഷൻ ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പൊ അടിയിൽ സെഡിമെന്റ് ചെയ്യും. ആ സെഡിമെന്റേഷൻ എന്തിനാണെന്ന് പറഞ്ഞാൽ അടിയിൽ ഒരുമാതിരി ബ്ലാക്ക് കളറിൽ അത് ഫിൽട്രേഷൻ പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ അടിയിലുള്ളത് മാത്രം ഇട്ടിട്ട് ബാക്കി മാത്രം പാക്കേജിങ് ചെയ്തിട്ടായിരിക്കും എക്സ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പാക്കേജിംഗ് ആണ്. പാക്കേജിങ്ങിൽ നമ്മൾ ഏത് പ്രൊഡക്റ്റിന് ഏത് പാക്കേജിംഗ് ആണ് നമ്മൾ ചെയ്യാനാവുന്നത്. നോർമലി നമ്മൾ ഈ കോക്കനട്ട് ഓയിൽ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് HDP എന്ന് പറഞ്ഞ് ഹൈ ഡെൻസിറ്റി പോളിയെത്തിൽ നിന്നുള്ള ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെച്ച് പല ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഉണ്ട്. പലതരം നമ്മൾ ബോട്ടിൽസിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇവ 1, 2, 3, 4, 5, 6, 7 എന്ന് പറയും. 7 എന്ന് പറഞ്ഞാൽ അതേഴ്സ് വരും, 1 എന്ന് പറഞ്ഞാൽ പെറ്റ് ബോട്ടിൽസ് വരും. അതുപോലെ എല്ലാത്തിനും ഓരോരോ ഇതെല്ലാം നമുക്ക് ഈ ഫുഡ് പാക്കേജിംഗ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് പറയും. അപ്പൊ നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ HDP ആണ്. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നെക്സ്റ്റ് നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ പറഞ്ഞതുപോലെ വെർജിൻ കോക്കനട്ട് ഓയിലിൽ തന്നെ നമുക്ക് പറഞ്ഞതുപോലെ 4 പ്രോസസ് ഉണ്ട്. 4 പ്രോസസ് ഓൾറെഡി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് പ്രോസസ് പറഞ്ഞത് ഓവറോൾ ആയിട്ടാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ കമേഴ്ഷ്യലി അതെങ്ങനെ നമ്മൾ അതിന് എന്തൊക്കെ മെഷീനറി വേണം, അതെങ്ങനെയാണ് കറക്റ്റ് പ്രൊസീജിയർ എങ്ങനെയാണ് പ്രോസസ് പറയാനാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ആദ്യം സെലക്ഷൻ ഓഫ് റോ മെറ്റീരിയൽ പറഞ്ഞതുപോലെ നമുക്ക് നോർമൽ വെറൈറ്റീസ് ആയിട്ടുള്ള കോക്കനട്ട് എടുത്തിട്ട് അതിനെ നമ്മൾ ഷെല്ലിങ് ചെയ്യുമ്പോൾ ആദ്യം അതിന്റെ തൊണ്ട് കളഞ്ഞിട്ട് അതിന്റെ ഷെല്ല് റിമൂവ് ചെയ്ത് കട്ട് ചെയ്ത് അതിന്റെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ പുറമേ ഉള്ള ബ്രൗൺ ലെയർ, ആ ബ്രൗൺ ലെയറിനെ നമുക്ക് മാറ്റാം. ഇപ്പൊ ഇൻ കേസ് നമ്മൾ വെർജിൻ കോക്കനട്ട് ഹോട്ട് പ്രോസസ് പറഞ്ഞില്ലേ ചൂടാക്കി ചെയ്യുന്നത്, അതിനാകുമ്പോൾ നമുക്ക് ടെസ്റ്റ് റിമൂവ് ചെയ്യണമെന്ന് ആവശ്യമില്ല. അങ്ങനെ റിമൂവ് ചെയ്തെങ്കിൽ ഈട് കുറയും. കളർ ഏകദേശം നമുക്ക് ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ഒരു ചെറിയ യെല്ലോ ഷെയ്ഡ് വരും. സോ എന്തായാലും നമ്മൾ ടെസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കുഴപ്പമില്ല, ഈട് പോകും. അപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ പറയുന്നത് ഹോട്ട് പ്രോസസ്സിനാണ്. ഇപ്പൊ സെൻട്രിഫ്യൂജിനാകുമ്പോൾ അതേപോലെ കട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, വെള്ളത്തിന് റിമൂവ് ചെയ്ത് അതിനെന്ത് ചെയ്യും, പൾവറൈസർ എന്ന് ഒരു മെഷീനുണ്ട്, വീഡിയോസിൽ കാണിച്ചു തരാം. ആ പൾവറൈസർ മെഷീൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഗ്രേറ്റഡ് കോക്കനട്ട് എന്ന് പറയും. അതിന്റെ ഇപ്പൊ ഈ പൾവറൈസർ മെഷീൻ വരെ പറയുന്നത്, ആ മെഷീനറി വരെ പറയുന്നതിന്റെ പേരാണ് പ്രൈമറി പ്രോസസിംഗ് മെഷീനറി എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്, പാലാണോ ചെയ്യുന്നത്, ഓയിലാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രേറ്റഡ് കോക്കനട്ട് ആണോ ചെയ്യുന്നത്, ചമ്മന്തി പൊടിയാണോ ചെയ്യുന്നത്. സോ അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനറിയാണ് സെക്കൻഡറി മെഷീനറി എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം നമ്മൾ ഈ പ്രൈമറി പ്രോസസിംഗ് മെഷീനറി വരുമ്പോൾ ഗ്രേറ്റഡ് കോക്കനട്ട് ചെയ്യാൻ വേണ്ടി പൾവറൈസർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആ പൾവറൈസിങ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ സിംഗിൾ സ്ക്രൂ അല്ലെങ്കിൽ ഡബിൾ സ്ക്രൂ മിൽക്ക് എക്സ്ട്രാക്ടർ എന്ന് പറഞ്ഞ ഒരു മെഷീൻ ഉണ്ട്. ആ മിൽക്ക് എക്സ്ട്രാക്ടർ ചെയ്യുമ്പോൾ ഇത് സിംഗിൾ സ്ക്രൂ ആകുമ്പോൾ കപ്പാസിറ്റി വൈസ് കുറവാണ്, അതേപോലെ ഡബിൾ സ്ക്രൂ ആകുമ്പോൾ കപ്പാസിറ്റി നമുക്ക് കൂടുതലാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ തേങ്ങാപ്പാലിന് ഡബിൾ സ്ക്രൂ അല്ലെങ്കിൽ സിംഗിൾ സ്ക്രൂ മിൽക്ക് എക്സ്ട്രാക്ടർ വഴി കൂടെ പാലെടുത്തിട്ട് ബാക്കി കിട്ടുന്ന പീലിംഗ് അതിന് മോയ്സ്ചർ കുറവായിരിക്കും. അതിനെന്ത് ചെയ്യും പറഞ്ഞില്ലേ, ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിന്റെ രൂപത്തിൽ നമുക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഫാറ്റ്
കണ്ടന്റ് എല്ലാം നമുക്ക് പാലായിട്ട് വന്നു. അപ്പൊ ബാക്കി കിട്ടുന്ന പീരിയഡൊക്കെ അതിന് ഫാറ്റ് കണ്ടന്റ് ഇല്ല, അതൊരു ഫൈബർ മാത്രമേ ഉള്ളൂ. അത് എന്ത് ചെയ്യാം, ഒരു മണിക്കൂർ 65 to 70 ഡിഗ്രിയിൽ നമ്മൾ ഡ്രൈ ചെയ്യുമ്പോൾ നമ്മൾ അതിന് ഒരു ഫില്ലേഴ്സ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഇപ്പൊ ബിസ്ക്കറ്റിനൊക്കെ ടോപ്പിംഗ്സ് ആയിട്ട് നമുക്ക് ഇടാൻ വേണ്ടി ഇതൊക്കെ കുറെ ചെയ്യുന്നുണ്ട്. കമേഴ്ഷ്യലി ഇപ്പൊ വലിയ പ്രോസസ്സ് ഇൻഡസ്ട്രി, ഇപ്പൊ കോക്കനട്ട് മിൽക്ക് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിലൊക്കെ ഇത്രയും കിട്ടുന്ന ബൈ പ്രോഡക്ട്സിന് അവർ നേരെ ബിസ്ക്കറ്റ് കൺഫെക്ഷനറി പ്രോഡക്ട്സിനായിട്ട് ഡയറക്റ്റ് അവർ സെയിൽസിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് സോ ഈ തേങ്ങാപ്പാൽ എന്ത് ചെയ്യും, അതിനെ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ സെൻട്രിഫ്യൂജ് മെത്തേഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഹോട്ട് പ്രോസസ് മെത്തേഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഫെർമെന്റേഷൻ പ്രോസസ് മെത്തേഡ് ചെയ്യണോ, അതുപോലെ നമുക്ക് ഏത് മെത്തേഡിലാകുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് മെഷീനറി മാറ്റാൻ പറ്റും. സെൻട്രിഫ്യൂജ് ആകുമ്പോൾ തേങ്ങാപ്പാലിനെ എടുത്തിട്ട് സെൻട്രിഫ്യൂജ് മെഷീനിൽ ഇടുമ്പോൾ നമ്മൾ ആ ഡെൻസിറ്റി, അതായത് പറഞ്ഞതുപോലെ ഈ ഫാറ്റ് കണ്ടന്റൊക്കെ മുകളിലും വെള്ളമെല്ലാം താഴോട്ട് വരും. അതിൽ 2 പ്രാവശ്യമായിരിക്കും നമ്മൾ ഇടേണ്ടത്. അപ്പൊ ഈ സ്പീഡിൽ ഒരു 15 to 11,000 to 15,000 RPM താഴുമ്പോൾ ഡിപ്പെൻസ് അപ്പോൾ ഡെൻസിറ്റി നമുക്ക് ഈ ഓയിൽ മാത്രം സെപ്പറേറ്റ് ചെയ്യും. ഇത് ഒരു ഹീറ്റിംഗ് ഇല്ലാത്തതാണ്. ഈ വെർജിൻ കോക്കനട്ട് ഓയിലാണ് എക്സ്പോർട്ടിന് വേണ്ടി പ്രാധാന്യമായിട്ട് യൂസ് ചെയ്യുന്നത്.